ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലും ടേസ്റ്റ് ആയിട്ടുള്ള ഡെസേർട്ടാണ്. എന്തായാലും പെരുന്നാളൊക്കെ ആവാറായി, അതുപോലെ തന്നെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ചൈന ഗ്രാസോ ജലാറ്റിനോ അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഫുഡ് കളർ അങ്ങനത്തെ ഒരു ഐറ്റംസ് യൂസ് ചെയ്യുന്നില്ല. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള വീട്ടിൽ നമ്മുടെ കിച്ചണിൽ സാധാരണ ഉള്ള ഐറ്റംസേ വേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഇല്ലേ, അതിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ഡെസേർട്ടിന് വേണ്ടിയിട്ട് 2 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാൻ 2 കപ്പ് അളവിൽ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലെന്ന് പറയുമ്പോൾ വെള്ളം ചേർത്തതൊന്നും എടുക്കേണ്ട കേട്ടോ, നല്ല ഫുൾ ഫാറ്റ് മിൽക്കാകുമ്പോൾ അത്രയ്ക്ക് നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പം ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ലേ, ആദ്യം തന്നെ ഇതിലേക്ക് പാൽ ഒഴിച്ചതിന് ശേഷം അടുത്ത ഇതിലേക്ക് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. ഞാൻ ഈ 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഓവർ ചേർക്കാൻ നിൽക്കണ്ട കേട്ടോ, ഭയങ്കര തിക്കായി പോവും. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും സമയം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ലേ, അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കോൺഫ്ലവറും പഞ്ചസാരയൊക്കെ ഒന്ന് മിക്സ് ആയിക്കോട്ടെ, കട്ടയൊന്നും ഇല്ലാതെ. അങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അറിയാമല്ലോ, കോൺഫ്ലവർ മിക്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റെഡിയാവും, പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ ഇതൊന്ന് ചൂടായി കുറുകി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവർ അങ്ങ് നമ്മൾ സാധാ പുഡിങ്ങിന് എടുക്കുന്ന പോലെ ടൈറ്റാക്കി എടുക്കണ്ട. നമ്മളിത് ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് ലൂസോട് കൂടി എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇപ്പം നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിക്സ് നല്ലപോലെ വെന്തൊന്ന് കുറുകി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തിക്നെസ് മതി കേട്ടോ. ഇതിലും ടൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ തണുക്കുന്ന സമയത്തേക്ക് ഭയങ്കര കട്ടയായി പോകും. അതുകൊണ്ട് ഈ ഒരു ലൂസിൽ ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ തണുക്കുന്ന സമയത്തേക്ക് ഒന്ന് കറക്റ്റ് പാകത്തിനായി കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ഞാൻ കൗണ്ടറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ടുള്ളൊരു ഐറ്റം ചേർക്കണം. ഒന്നിക്കിൽ റൂഹഫ്സ അല്ലെങ്കിൽ നമ്മുടെ റോസ് സിറപ്പില്ലേ, ഇതിലേതെങ്കിലും കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ചേർക്കുക കേട്ടോ. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ മതി, ഒരുപാട് കൂടുതലാവണ്ട. അപ്പോൾ ഒരു നല്ലൊരു കളറും കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലേതാണോ കയ്യിലുള്ളത് ചേർക്കുക. ഞാനിപ്പോൾ റൂഹഫ്സ ചേർത്തിട്ടുള്ളത്. റോസ് സിറപ്പ് കൊണ്ട് ചെയ്താലും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഏതാണോ ഉള്ളത് ചേർക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുമില്ലയെന്ന് വെച്ചിട്ട് ടെൻഷൻ ആവേണ്ട, ഒന്നുമില്ലെങ്കിൽ ഒന്നും ചേർക്കണ്ട കേട്ടോ, ഇത് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാ നമുക്ക് ഫ്രഷ് ക്രീമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡറിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെന്നെങ്കിൽ അത് പാല് തിളക്കുന്ന സമയത്ത് അതിട്ടിട്ട് കുറുക്കിയിട്ടാലും മതി കേട്ടോ. ഏതാണോ ഇഷ്ടമുള്ളത് ചെയ്യാം. അങ്ങനെ റൂഹഫ്സയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇത് പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കാം. കാരണം ആ ഒരു പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കുകയല്ലേ, അപ്പോൾ മൊത്തത്തിൽ ഭയങ്കര കട്ടയായി പോകും. അതുകൊണ്ട് തന്നെ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പും കൂടി ചെയ്യാനുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഈ ഒരു പാനിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 6 kg ആണ് എടുത്തിട്ടുള്ളത്, ഓയിൽ കാര്യങ്ങളൊന്നും എടുക്കണ്ട. പിന്നെ നമുക്ക് വേണ്ടത് തരി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/2 കപ്പ് അളവിൽ തരിയാണ്, റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. റവ വറുത്തതാണേലും വറുക്കാത്തതാണേലും കുഴപ്പമില്ല. വറുക്കാത്തതാണെങ്കിൽ നെയ്യിൽ നന്നായിട്ടൊന്ന് ചൂടാക്കുമ്പോൾ വറുത്തെടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നെയ്യിൽ ഇട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഓൾറെഡി വറുത്തതാണ് എടുത്തിട്ടില്ല, അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഈ നെയ്യുമായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. അതുവരെ മിക്സ് ചെയ്യുക, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്. അപ്പോൾ റവ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പ് റവക്ക് 1 കപ്പ് പാല് നല്ലൊരു പെർഫെക്റ്റ് അളവാണ് കേട്ടോ, അതുകൊണ്ട് അങ്ങനെ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഫസ്റ്റത്തെ മിക്സിലും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു മിക്സിൽ റൂഹഫ്സ കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ മധുരം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ ചേർക്കുക കേട്ടോ. അപ്പോൾ മധുരം കൂടി ചേർത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക, ഫ്ലെയിം കുറച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. എന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കുന്ന ടൈമിൽ പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇത് അതിനനുസരിച്ച് കുറുകി വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുറുകി ഒന്ന് ടൈറ്റായ രീതിക്കാക്കി കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് കൈ വെച്ചിട്ട് ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഒന്ന് കുറുക്കിയെടുക്കണേ. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ നിങ്ങൾ, പാല് തിളക്കുന്നതിനനുസരിച്ച് ഇത് ടൈറ്റ് ആയിക്കൊണ്ട് നിൽക്കും. അതുപോലെ ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തുകൊണ്ട് മിക്സ് ചെയ്യുക കേട്ടോ.
അപ്പോൾ നമ്മുടെ റവയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും പരിപാടിയേ ഉള്ളൂ. ഇനി ഇത് നല്ലപോലെ ചൂടാറുന്നവരെ ഈ ഒരു തിക്കിലാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇതിപ്പോൾ ഞാൻ ചൂടാറാൻ വേണ്ടി ഇതുപോലെ കൗണ്ടറിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ചൊന്നും മൊത്തത്തിൽ ചൂടാറേണ്ട, കാരണം റവയാണല്ലോ ഭയങ്കര കട്ടയായി പോവും. അതുകൊണ്ട് തന്നെ ഒന്ന് കുറച്ചങ്ങ് ചൂടാറുന്ന സമയത്ത് കൈ വെച്ചിട്ട് ഇതുപോലെ ഓരോരോ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി ഇട്ടെടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം വേണം അതിനനുസരിച്ചുള്ള ബോൾസ് ആക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഷേപ്പിൽ വേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടെ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ മൊത്തത്തിലൊന്ന് ബോൾസാക്കി എടുക്കട്ടെ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ റവ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ചെറുതും വലുതും അങ്ങനെ മിക്സ് ആയിട്ടാണ് കേട്ടോ, കുഞ്ഞു കുഞ്ഞു ഷേപ്പിലാക്കിയിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പമൊക്കെ കൂട്ടവും കുറക്കുകയൊക്കെ ചെയ്യുക. ഓവർ വലുതാക്കണ്ട, അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സിൽ അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഇത്ര സമയം ഫ്രിഡ്ജിലല്ല കേട്ടോ വെച്ചത്, പുറമേ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. കണ്ടില്ല, കുറച്ച് സമയം ഒന്ന് ഇരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. കണ്ടില്ല, ഓവർ തിക്ക് വേണ്ട കേട്ടോ. ഈ ഒരു തിക്കാണ് നല്ലത്. കഴിക്കാൻ ഒരു ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യുമ്പോഴേക്കും ഇതാണ് നല്ലത്, നമ്മൾ ഗുലാബ് ജാമുനൊക്കെ സെർവ് ചെയ്ത് കഴിക്കുന്ന പോലെ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ഈ ബോൾസ് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ തണുപ്പ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ലൈറ്റ് ചൂട് കഴിക്കാം, പക്ഷെ ഒന്നുകൂടി ടേസ്റ്റ് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ്. അപ്പോൾ കാണാനൊരു ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ലുക്കുള്ളൊരു പുഡിങ്ങോ അല്ലെങ്കിൽ ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ഈ ഒരു രീതിക്ക് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പ്രത്യേകിച്ച് പെരുന്നാളൊക്കെ ആവാറായി, പെരുന്നാളിനൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, റോസ് സിറപ്പ്, റുഹഫ്സ ഇത് ഉണ്ടെങ്കിൽ ഇത് എടുക്കുക. ഇല്ലയെന്ന് വെച്ചിട്ട് വലിയ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ വാനില എസൻസ് ഉണ്ടാവില്ലേ കയ്യിൽ, അതോ അല്ലെങ്കിൽ ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ കസ്റ്റർഡ് പൗഡറിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മിക്സൊക്കെ റെഡിയാക്കുക. അങ്ങനത്തെയും ചെയ്യുക കേട്ടോ. ഏതാണോ ഇഷ്ടമുള്ളത് ചെയ്യുക. പക്ഷേ റുഹഫ്സൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി ഒരു എക്സ്ട്രാ ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടുമല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഞാൻ ഇതിന് ഫ്രിഡ്ജിൽ വെക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്